അപ്പോൾ ഇന്നത്തെ അഡ്വഞ്ചറിന് നമ്മൾ പോവുകയാണ്. ചട്ടിയൊക്കെ തലയിൽ വെച്ച് ആശ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, എൻ്റെ പിറകിലിരിക്കാൻ പേടിയാണ്. അതുകൊണ്ട് വയസ്സിൽ തന്നെ ഓടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽക്കഹോളിക്. അയ്യോ അമ്മേ അമ്മേ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ക്യാമ്പ് താൻ കോക്കനട്ട് വില്ലേജിലാണ്. ഞങ്ങളിപ്പോഴും ഹോയാനാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോട്ട് റൈഡ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്കൊരു വരുമാനത്തിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾ ആ ഒരു ബോട്ട് റൈഡിൽ ഇങ്ങനെ പോവാണ്. ഞങ്ങൾക്ക് ഈ തൊപ്പിയൊക്കെ തന്നു നോക്കിയാൽ പേടിച്ചിരിക്കുക. ലൈഫ് ജാക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ ലൈഫ് ജാക്കറ്റ് തന്നിട്ടില്ല പറഞ്ഞിട്ട് പേടിച്ചിരിക്കുക. പക്ഷെ കുപ്പി വെച്ചു ഞങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ തല കറക്കും. ഈ നിങ്ങൾക്കല്ലേ മറ്റത് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ ഈ കോറക്കളിൽ ഇങ്ങനെ പോയി നല്ലൊരു സ്ഥലത്തെത്തി. ഞാൻ ഫുള്ള് കോക്കനട്ട്സ്. നമുക്കിത് ഭയങ്കര കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. നമ്മൾ ഈ ആലപ്പുഴയും നമ്മൾ കാസർഗോഡ് തന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ടില്ല അല്ലേ, ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നത്. നമുക്ക് ഇത് വലിയ ഒരു അടിപൊളിയായിട്ട് തോന്നില്ല. പക്ഷെ നല്ല രസമുണ്ട്. എല്ലാവരും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പോവാം. 2 പേർക്ക് ഒരു ബോട്ടിന് ഈ ഒരു കോരക്കളുടെ 500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യാറ്. പിന്നെ ടിക്കറ്റ് എത്രയാണ്? എൻട്രി ടിക്കറ്റ് 130 അല്ലേ, 120. 2 പേർക്കും കൂടി 120 രൂപയാണ് ടിക്കറ്റ്. സോ ബേസിക്കലി ഈ ഹോയാൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് തന്നെ ബിൽഡ് ചെയ്യുന്ന ഓരോ ബിസിനസ്സാണ്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മളിത് ടൂറിസ്റ്റ് ഇതിനൊക്കെ പോകുന്നത്. അല്ലാണ്ട് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കാണുന്നുണ്ട്. ഇങ്ങനെ കുറേ പേര് വട്ടത്തൊട്ടില്ല, അങ്ങനെ ഫോറിനേഴ്സൊക്കെ ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. പക്ഷെ നമുക്കൊന്നും വലിയ കാര്യമില്ല. ഇത് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. ചൈനീസ് ഫിഷിങ് നാട്ടിൽ നിന്ന് വന്ന എനിക്ക് ഇത് കൈയടിക്കണം അല്ലേ? ഇത് ഈ പഞ്ചായത്തിലല്ലേ ആൾക്കാരൊക്കെ പോകുന്നിപ്പോ. ആൾക്കാർ ഇതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഈ വട്ടത്തൊട്ടിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കറങ്ങണ ആൾക്കാർ ചെയ്യാനുണ്ടായി, ടൂറിസ്റ്റുകൾ. വൈഷ്ണവ് കണ്ടപ്പോൾ എന്തോ ഓർമ്മ വന്നപ്പോൾ പോയപ്പോഴത്തേക്കും റൈഡുണ്ട്. റിവറിലൂടെ നമ്മൾ മറ്റേ ഫ്ലോട്ട് ചെയ്ത സാധനത്തിൽ കിടന്നെങ്കിൽ ഭയങ്കര പീസ്ഫുള്ള്. അതാണ് നിങ്ങൾ പറയാൻ വന്നത് കഥ. ഞാൻ അടുത്ത് വേറെ എന്തോ കാര്യമായിട്ടൊന്നും ഉണ്ട്. ഇഷ്ടപ്പെട്ടു. സ്വന്തം പാർട്ടിയിലാണ്.
ഭയങ്കര ക്യൂട്ട്. എന്തേ? ഞണ്ട് ഞണ്ട് ഉണ്ട്. ആ ഞണ്ട് പഞ്ചായത്തുള്ള നേരം ബോട്ട് നമ്മളിതിൽ പെട്ടു. പഞ്ചായത്ത് കൂടെ എങ്ങോട്ട് പോകണോ? വിയറ്റ്നാം പഞ്ചായത്തിലെ എല്ലാവരും ഉണ്ട്. നമ്മുടെ സ്ഥലത്ത് വാ. സ്ലീപ്പി വാ വാ. അച്ഛാ ആ ഹലോ വാ. ഓടോ ഓടോണി ഓടോണി. ഹലോ ഹലോ. ടാറ്റാ ടാറ്റാ. നമ്മളിത് ദനാങ്ങിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. നമ്മൾ നല്ല കാറ്റും നല്ല തണുപ്പും അവിടെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. എന്താണ് നമ്മളിപ്പോൾ ഇവിടുന്ന് രാവിലെ കോക്കനട്ട് ആ സ്ഥലത്ത് പോയി. കോക്കനട്ട് എന്താണ് ആ കോർക്കൽ റൈഡിനൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊരു 11:30 ആയി. ക്യാബ് ഇച്ചിരി ലേറ്റായി. അപ്പം നമ്മൾ 11:30 ആയി. ഇപ്പോൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മളിത് ദനാങ്ങിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു സിറ്റി ടൂറായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ പോവാണ്. ഇപ്പോൾ ക്യാബ് വന്നു. നമ്മൾ ഇന്നലെ നൈറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ നൈറ്റ് മാർക്കറ്റിൽ ഓൾഡ് ടൗൺ പോയപ്പോഴത്തേക്കും അങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒരു ലോക്കൽ ടാക്സി അറേഞ്ച് ചെയ്യുന്ന ആളെ ആ ഒരു ഓഫീസിൽ പോയിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അയാൾ വന്നു. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് എന്താ പറയുക കറങ്ങാനിറങ്ങും. ഇറ്റ്സ് എ പ്രോപ്പർ സിറ്റി. അപ്പം മറ്റടുത്ത് പോലെയല്ല, ഇത് പ്രോപ്പർ നല്ല തിരക്കുള്ള സിറ്റി. താങ്ക് യു. വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണല്ലോ. ഫുൾ ബലൂൺസ് വെച്ചിട്ടോ ബോൾസ് വെച്ചിട്ടോ അറേഞ്ച് ചെയ്തിരിക്കണം. പക്ഷെ നൈസ്. ഹായ്. എന്താ ഞങ്ങളൊരു അപ്ഗ്രേഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഗ്രേഡിന് ഒരു 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹോട്ടൽ ലോബിയിൽ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. ക്ലീൻ വൈഷുവാണെങ്കിൽ ബൈക്ക് റെൻ്റൽ നോക്കുകയാണ്. കിട്ടുമെന്ന് അല്ലേ? കിട്ടിയാ? നമ്മൾ റെന്റിന്റെ സ്ഥലത്തേക്ക് വരാം. You can pay with the credit card. It's no fee because small. But if you make the deposit, we charge more. Like 1.5. നമ്മൾ 3D മ്യൂസിയത്തിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദനാങ് ഇസ് 3D ആർട്ട് മ്യൂസിയം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ 3D ആർട്ടിൻ്റെ സ്ഥലത്ത് പോയിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എത്രയാണ് കുഞ്ഞു ടിക്കറ്റ്? 400,000. Thank you. Which is how much? 4,000 വെച്ച് കഴിഞ്ഞാൽ 100,000 വെച്ച് 350 രൂപ. അപ്പം 1,400 രൂപ. ഒരാൾക്ക് 700. that's okay. കാണാൻ സാധനം ഉണ്ടാവും. അപ്പോൾ 3D ആർട്ട് ഇൻ പാരഡൈസ് ദനാങ്. ഷൂടാൻ പാടില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് മറ്റേ 3D സ്ഥലത്താണ്. എന്ത് ഭംഗിയാന്ന് നോക്കി എൻ്റെ ദൈവമേ ഇത് കാണാൻ അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ ലോസ്റ്റ് സിറ്റി അണ്ടർനീത്ത് വാട്ടർ എന്നുള്ള തീമാണിത്. ഇനി ഫോറസ്റ്റിലേക്ക് പോകാനുണ്ട്. ഷാർക്ക് പകരം ചോദിക്കാൻ പറഞ്ഞു.
ഇവിടെ നിന്ന് കുറേ ഫോട്ടോ നമുക്ക് ഫോറസ്റ്റിലേക്ക് പോകാം. വയസ്സ് നിൽക്കണ്ട ആനേൻ്റെ കൂടെ നോക്കൂ. യാണയും ഒരു പൂണയും. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചപ്പോഴത്തേക്കും എത്ര നേരത്തിൽ കഴിയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ ഇരിക്കുന്നു. പക്ഷേ ഞങ്ങൾ 1 മണിക്കൂർ കണ്ടു, 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തീരണില്ല. കാരണം അത്രയും ഉണ്ടായിട്ട് കുറേ കാണാൻ, കുറേ തീമിലുള്ള കുറേ സ്ഥലങ്ങൾ, ജംഗിൾ, അണ്ടർ വാട്ടർ, പിന്നെ ഡ്രാഗൺസിൻ്റെ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഞങ്ങളിപ്പോൾ ലേഡി ബുദ്ധ കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ ചുരമൊക്കെ കയറി വന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഞങ്ങൾ വണ്ടി എടുത്തല്ലോ റെൻറ്റിന്, ഞങ്ങൾ പോവാം. എന്തൊക്കെയൊക്കെയോ സ്കൾപ്ചേഴ്സ് ഉണ്ട് ഇവിടെ. അവിടെയാണ് ലേഡി ബുദ്ധ. ഫിനിഷ് അല്ലേ? ലേഡി ബുദ്ധയുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാച്ചു 67 meters tall ആണ്. ഇതാണ് ടോളസ്റ്റ് ബിൽഡിംഗ്, ടോളസ്റ്റ് ബുദ്ധ ഇൻ വിയറ്റ്നാം. ഈ ലേഡി ബുദ്ധ സിഗ്നിഫൈ ചെയ്യണ ഗോഡസ് ഓഫ് മേഴ്സി ആണ്. എന്താണ് കാരണം ഇത് ഓവർലുക്കിംഗ് ദ സീ ആണ്. അപ്പോൾ ഇതെന്താ ഡെപിക്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് മീൻ പിടിക്കാൻ പോണവരുടെ അവരെ സംരക്ഷിക്കാനും ഫ്ലഡിൽ നിന്ന് രക്ഷിക്കാനും എന്താണ് കടലിൽ പ്രശ്നമൊന്നുമില്ലാണ്ട് അവർക്ക് അവരുടെ എന്താണ് ലൈവ്ലിഹുഡ് നിലനിർത്താനുള്ള ഒരു അങ്ങനെ ഓവർലുക്ക് ചെയ്യുന്നതാണ്. അതാണ് സിഗ്നിഫൈ ചെയ്യണം ലേഡി ബുദ്ധ. അപ്പം ഞങ്ങളിവിടെ പോയപ്പോഴത്തേക്കും വൈകിട്ടായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും തന്നെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുത്തെ ലൈറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരും ഉണ്ടായി കേട്ടോ അവിടെ കാണാൻ. അപ്പോൾ ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് പഗോഡാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം വളരെ പീസ്ഫുൾ ആയിട്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു, കാരണം ലേറ്റായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയായ സമയം. അപ്പോൾ രാത്രി നമ്മൾ കഴിക്കാൻ പോകണം. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. രാവിലെ ഉച്ചയ്ക്ക് 2 കഴിക്കേണ്ടി വന്നില്ല, എനിക്ക് കിട്ടിയില്ല. ചുമ്മാ പറയുക. അപ്പോൾ നമ്മൾക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. നമ്മളൊന്ന് കറങ്ങിയിട്ട് പിന്നെ നൈറ്റ് മാർക്കറ്റ്സിൽ പോകണം, ബ്രിഡ്ജുകൾ കാണാൻ പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. രാത്രിയായി. എത്ര മണിയായി? 8 മണിയായോ? 7:30 അപ്പം നമുക്ക് അതൊക്കെ പോയിട്ട് വരാം. ഇവിടെ എല്ലാവരും മാസ്ക് ഉപയോഗിച്ച് തുടങ്ങിയപ്പം. ഇപ്പം ചൈനയിലൊക്കെ ഭയങ്കര സീനായത് കാരണം മാസ്ക് ഉണ്ട് എല്ലായിടത്തും. അവിടെ നമ്മൾ മാസ്ക് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു. ട്രാവൽ ചെയ്യണവർ ശ്രദ്ധിക്കുക, മാസ്ക് ഇടുക എല്ലാവരും. ഓക്കെ, നമ്മൾ ഡിന്നറിന് വന്നിരിക്കുകയാണ്. എത്ര ഞാൻ പോർക്ക് റിബ്സ് ആണ് പറഞ്ഞത്. ചിക്കൻ ലെഗ്സ്. ഇടയ്ക്ക് വെച്ച് വിശക്കുവാണെങ്കിൽ സ്നാക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു കുക്കി ബോക്സ് മേടിച്ചിട്ടുണ്ട്. നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇന്ന് പൊളിക്കോ? എന്തേ താഴെ കളയരുത്. എനിക്ക് വരണല്ലേ ആണോ? കുക്കീസ് നല്ലതായിരുന്നു. ഒരു ലൈറ്റ് മധുരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. വെരി ബട്ടറി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.